കുഞ്ഞുചോമീനസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 20 മലയാള മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാര്യം ഒത്തിരിയധികം കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ടിരുന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്. സോ അധികമൊന്നും പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നിർത്ത് ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്, അല്ല ആ പറഞ്ഞത് സത്യമാണോ? താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് വീരൻ്റെ അടുത്തേക്ക് അവൾ ചാടിച്ചില്ലെന്നുണ്ട്. പെട്ടെന്ന് അവൻ പറയും ചെയ്യും, പക്ഷേ എനിക്ക് കുറച്ചധികം കണ്ടീഷൻസ് ഉണ്ട്. ആദ്യം നിന്റെ അച്ഛൻ്റെ അമ്മേനെ കൺസേൺ വേണം. അതുമാത്രമല്ലാതെ പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഞാൻ നിനക്കൊരു ടീമിനെ തരുന്നതായിരിക്കും. ആ ടീമിനെ നീ വേണം നയിക്കാനായിട്ട്. പക്ഷേ ആ ടീമിന് നീ ഒരു ലൈബിലിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അഥവാ ആ ടീമിന് നിന്നെ കൊണ്ട് ആ ടീമിനെ നയിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായാലും ഞാൻ നിന്നെ പുറകിലേക്ക് വലിക്കുന്നതായിരിക്കും. ഇതെല്ലാം മനസ്സിലായോ? പിന്നെ ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിന്റെ ഫേസ് ടു യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നീ ചെല്ലാൻ പാടില്ല. അത് മാത്രമല്ല, നീ അത് കംപ്ലീറ്റ്ലി ഇതുവരെ കൺട്രോൾ ചെയ്തിട്ടില്ലെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നതല്ലേ. ഇത് പറയുന്നിടത്ത് പെട്ടെന്ന് അവളുടെ മുഖം മാറും. എന്നിട്ട് പറയും ചെയ്യും, മാസ്റ്റർ ആൾറെഡി എന്നോട് പറഞ്ഞിരുന്നു, അത് ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം എൻ്റെ ഉള്ളിലെ ആ ഒരു ബീസ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആണെന്ന്, പക്ഷേ എങ്കിലും അത് ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് പുള്ളിക്കാരി നേരെ അച്ഛനമ്മയുടെ അടുത്തേക്ക് നടക്കാനായിട്ട് പോകുകയാണ്. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ടെസ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇനി മുതൽ നിന്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കത്തില്ല. ഞാൻ ഒത്തിരിയധികം ഡിസിഷൻ എടുക്കണ്ടേ, അതേപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളായി മാറിയിരിക്കുന്നു. നിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ മാത്രം എനിക്കിനി പറ്റിയെന്ന് വരത്തില്ല. നീ ഒരു സോൾജറാണ്. സോ ഞാൻ നിന്നെ ഒരു സോൾജറായിട്ട് മാത്രമേ ഇനി കാണത്തുള്ളൂ. ഞാൻ നിനക്ക് കാര്യങ്ങൾ തരുന്ന ഒരു ജനറലുമായിരിക്കും. സോ ഇനി ഞാൻ പറയാൻ വന്ന ഓരോ ഓർഡേഴ്സും നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, പകരം ഈ ഒരു കോണ്ടിനെന്റിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അതിൻ്റെ പേഴ്സണൽ സേഫ്റ്റി എപ്പോഴും ഉറപ്പാക്കണമെന്നില്ല. സോ ഇതെൻ്റെ അവസാനത്തെ വാണിംഗ് ആണ്. അവസാനത്തെ. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരി ചാടിയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറയും ചെയ്യും, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, എനിക്കെല്ലാം അറിയാം കമാൻഡർ. ഈ ടൈമിൽ തന്നെ പുള്ളിക്കാരി പറയും ചെയ്യും, എന്തായാലും ഒരു സോൾജർ എന്ന നിലയ്ക്ക് ഞാൻ എന്തായാലും ഈ ഡിക്കേതല്ല പീപ്പിൾ ഉറപ്പായിട്ടും സേവ് ചെയ്യുന്നതായിരിക്കും. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരനെ സെല്യൂട്ട് ചെയ്തിട്ട് പറയുന്നത്, ഞാൻ പേടിച്ച ഏറ്റവും വലിയ കാര്യമാണ് നീ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പുള്ളിക്കാരൻ ഒരു സ്ഥലത്തേക്ക് നടക്കുന്നതാണ്. അതിൻ്റെ അകത്തായിട്ട് ഒരു പെണ്ണ് നിപ്പോണ്ട്, കമൻ്റ് എവറിയും താങ്കളോടേക്കൊന്നോ എന്നോട് ക്ഷമിക്കുക, താങ്കളോടേക്ക് വരുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാ എന്തിനാണ് അപ്പോളജൈസ് ചെയ്യുന്നത്? അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാമെന്നാണ്. അല്ല അവൾ എന്ത് പറയുന്നു? അവളുടെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു, അവളുടെ ബോഡി ഹെൽത്താണ്, അതുമാത്രമല്ല വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവൾ ഉണരുന്നില്ല. പഴയ പോലെ തന്നെ. എങ്കിൽ ഞാൻ പുറത്തേക്ക് നിൽക്കാം, താങ്കൾ എന്തായാലും സംസാരിച്ചോളൂ. അങ്ങനെ പുള്ളിക്കാരൻ്റെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എൻ്റെ ഓൾഡ് ഫ്രണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഉറങ്ങുന്നത്? നിനക്കിത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ പറയുവാണ്, ആലക്കട ആർമി ഇപ്പോൾ സ്റ്റീം ഷിപ്സൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിനി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മാർഗം കൂടെ കിട്ടിയിട്ടുണ്ട്. നീ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. കാര്യം ഡിക്കത്തീസ് കണ്ടപ്പോൾ നീ ആദ്യം ഞെട്ടിത്തെറിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എങ്കിലും ഞാൻ മറ്റു കുറച്ച് ന്യൂസ് കൂടെ പറയാം, ചിലപ്പോൾ നീ വിശ്വസിക്കത്തില്ല കേട്ടോ. ഞാൻ ടെസ്സിന് പെർമിഷൻ കൊടുത്ത് റിയൽ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട്. നീ ശരിക്കും സർപ്രൈസ് ആയിരിക്കുമല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, അവളിനെ കൊച്ചുമകളായിട്ട് മാത്രം കണ്ടാൽ പോരല്ലോ, അവളും ഒരു സോൾജർ ആട്ടെ. പണ്ടാരം എന്ത് കോപ്പാണല്ലേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ ഒന്ന് സൈലൻ്റ് ആകുന്നുണ്ട്. അവൾ ഒരു സൈഡിൽ നല്ല സ്റ്റബോണാണ്, ഈ ഫൈറ്റിൽ അവൾക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരു സൈഡിൽ എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും തരത്തിൽ അപകടം വന്നാൽ ആര് ഉത്തരവാദിത്തം പറയും? ഇതൊരു വലിയ യുദ്ധം തന്നെയല്ലേ, അവളെ സൂപ്പർവിഷൻ ചെയ്യാനായിട്ടും എനിക്ക് സാധിക്കത്തില്ല. സിന്ദീന, നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഞാൻ രാജപദവിയിൽ നിന്ന് മാറിയത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. പക്ഷേ ഇപ്പം നീ നോക്കണേ, ഞാൻ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ആ ആശ്വാസനെ നന്നായിട്ട് ചെക്ക് ചെയ്തു. ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി എനിക്ക് എല്ലാം കൊണ്ട് ഓക്കെയാണ്. എനിക്ക് ഇവരെല്ലാം ലീഡ് ചെയ്യാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. പക്ഷേ എങ്കിലും ഇതാണോ ഞാൻ ആഗ്രഹിച്ച സ്ഥലം? എൻ്റെ കൊച്ചുമകൾ ഇനി സന്തോഷത്തോടെ ഇവിടെ വളരാൻ സാധിക്കുമോ? അവൾക്ക് ആ പഴയ ഗ്രാൻഡ് ഫാദറിനെ ഇനി തിരിച്ചു കിട്ടുമോ? ബാക്കിയുള്ള കിങ്സും ക്യൂൻസും എല്ലാവരും ശരിക്കും എൻ്റെ ഹെൽപ്പിന് വേണ്ടി കാത്തിരിക്കുവാണ്. എന്തൊക്കെ പറഞ്ഞ കാര്യമില്ല, അവസാനം ആൾറിൻ്റെ സാധ്യത കൂടി തന്നെ ഞാനിവിടെ നിൽക്കണം. ഈ മിലിറ്ററി ഫോഴ്സിനെ ഞാൻ തന്നെ നയിക്കണം. സിന്ദീന, എനിക്ക് നല്ല പേടിയുണ്ട്. ഓൾറെഡി എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി. ഇപ്പോൾ എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും അവരെല്ലാവരും എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കത് താങ്ങാൻ സാധിക്കുമോ? അതുമല്ല, ഞാൻ ഇതിനു മുമ്പ് നിന്നോട് അപ്പോളജൈസ് ചെയ്തില്ലായിരുന്നല്ലേ? എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അത് നിനക്കും അറിയാമായിരുന്നല്ലേ? ലോർഡ് ആൾറെഡി നിൻ്റെ കേസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതുമില്ല. എങ്കിലും ആലക്കയുടെ ഇൻഫർമേഷൻ നീ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിഞ്ഞിട്ട് കൂടി നീ ഇതെല്ലാം ചെയ്തില്ലേ? ആ ഒരു ചാൻസിന് വേണ്ടി ഞാനും കൂടെയല്ലേ നിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? എന്നോട് ക്ഷമിക്ക്. ഒരിക്കലും ഈ കാര്യത്തിൽ എനിക്ക് എന്നോട് പൊറുക്കാൻ സാധിക്കത്തില്ല. നീ
നീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലായിരുന്നോ? നമ്മൾ പണ്ട് തൊട്ടേ ഒന്നിച്ചാണ് വളർന്നത്. പക്ഷേ എങ്കിലും ഞാൻ ഒരിക്കൽ പോലും നീ ഒരു സ്പൈ ആണെന്ന് ഓർത്തിട്ടില്ല. നീ നിൻ്റെ ആൾക്കാർക്കെതിരെ ഞങ്ങൾക്ക് വേണ്ടി നിന്നു, ഞങ്ങളെ സഹായിക്കാനായിട്ട് നിന്നു. നീയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. യഥാർത്ഥ യുദ്ധം ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഉറപ്പായിട്ടും ഇനിയും നിന്നെ വേദനിപ്പിക്കത്തില്ല. ഞാൻ പ്രോമിസ് തരുവാണ്. ഞാൻ എന്തൊക്കെ വന്നാലും ഇതെല്ലാം ചെയ്തിരിക്കും. പിന്നെ ഞാൻ നിന്നെ വീണ്ടും വന്ന് കണ്ടിരിക്കും. അത്രയും നാൾ നീ തൽക്കാലം വിശ്രമിച്ചോളൂ. അത് കഴിഞ്ഞ് നമുക്കൊരു ഫൈറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഡാർവിസ് എത്രയും പെട്ടെന്ന് പൊസിഷൻ സ്വിച്ച് ആയിരുന്നു നോക്ക്. അതൊക്കെ ഞാൻ നോക്കണം. പക്ഷേ ലീഡർ, താങ്കൾ ഒന്ന് കെയർഫുൾ ആയിട്ട് തന്നെ നിൽക്കണം. താങ്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ താങ്കളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം പറയണ്ടല്ലോ എന്ന് പറയാൻ നേരത്ത് പെട്ടെന്നായിരുന്നു കുറേ വെയിൻസ് വന്ന് അവിടെ ഒരു വലിയൊരു മോൺസ്റ്ററിനെ പിടിച്ച് കിട്ടുന്നത്. ആ ടൈമിൽ തന്നെ ടെസ്റ്റ് പറയുകയും ചെയ്യും, നീ അതിനെപ്പറ്റി ആലോചിക്കണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം. ഈ ടൈമിൽ മറ്റൊരുത്തി ഒരു വലിയൊരു മോൺസ്റ്ററിനെ ഇടിച്ച് വന്നിട്ട് പറയും ചെയ്യും, ഡാർവിസ് ഇവിടെ ഒരു യുദ്ധമുണ്ട്, അതൊന്നും ചെയ്താൽ പോരെ, നീ അതിനിടക്ക് വേറെ വഴക്കിടണമെന്ന് ചോദിക്കാൻ നേരത്തെ തന്നെ കുറേ അധികം മോൺസ്റ്റേഴ്സ് അവരുടെ 3 പേരുടെ അടുത്തേക്ക് ഓടി വരുവാണ്. ഈ ടൈമിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് നീ എന്താ പാക്കിൻ്റെ ലീഡറിനെ ഇതൊരു കണ്ടുപിടിച്ചില്ലേ? ഇവർ വീണ്ടും വന്നുകൊണ്ടിരിക്കുവാണ്, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ലീഡർ, നമുക്ക് എന്തായാലും ഫോൾ ബാക്ക് ചെയ്താലോ? ഒന്നുമില്ലെങ്കിൽ ഇത് കുറച്ചധികമില്ലേ, നമ്മുടെ ടീമിന് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ? ശരിയാണ്, ഇതൊരു സ്കൗട്ടിംഗ് മിഷൻ മാത്രമായിരുന്നു, അല്ലാതെ ഒരു അസാൾട്ട് അല്ലല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫോൾ ബാക്ക് ചെയ്യാം. എല്ലാവരും പുറകിലേക്ക് വന്നു പറഞ്ഞിട്ട് അവർ നേരെ പുറകിലേക്ക് ഓടുവാണ്. എന്നാൽ ഈ ടൈമിലും കുറേയധികം പേര് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ കൂടെയുള്ള 2 പേര് വീണ്ടും അതുങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുറക്കും. ഈ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, ഇവന്മാർ മുന്നിൽ നിന്ന് മാറുന്നില്ല. സ്റ്റാൻഡ്, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ എന്തായാലും ഫുൾ പവർ എടുത്തു. അതെനിക്ക് മനസ്സിലായി. ടാർവസ്, കരിയ, നിങ്ങൾ 2 പേര് 2 സൈഡിലേക്ക് മാറിക്കൊന്ന് പറഞ്ഞിടത്ത് ടെസ്റ്റ് ഒരു അറ്റാക്ക് ചെയ്ത് അവരെ 2 സൈഡിലേക്കാക്കി അവിടെയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനെ പിടിച്ച് കെട്ടാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് തന്നെ അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിട്ട് ഒരു വലിയൊരു ബ്ലാസ്റ്റ് ചെയ്യും. ആ ബ്ലാസ്റ്റ് ചെയ്യുന്ന അതുങ്ങളെ എല്ലാവരെയും പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്നുണ്ട്. നീ പുതിയ സ്പെല്ലിംഗ് മിക്സപ്പ് ചെയ്തോ? ചെറുതായിട്ട്, പക്ഷേ എൻ്റെ റീകോയിൽ നല്ല പെയിൻഫുൾ ആണ്. നീ എപ്പോഴും ഇതേപോലെ തന്നെയാണ്. ഇതാണ് പറയുന്നത് ഞങ്ങളിവിടെ ട്രെയിൻ ചെയ്യണമെന്ന്. പിന്നെ ട്രെയിൻ ചെയ്യണം, നീയൊക്കെ ഹെല്ലിലാണ് പോകുന്നത്, എനിക്കത് അത്രയും പ്രശ്നത്തില്ല. അവരൊക്കെ ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കുവാണ്. മതി, നമുക്കിനി പോയിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവർ മുന്നിലേക്ക് നടക്കും. ഈ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ സമയമായി. ഇത് കേട്ടപ്പോൾ ടേസ്റ്റിൻ്റെ മുഖം മാറി. ഫുഡോ? അതിനെ ഫുഡെന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. അത് ഫുഡ് തന്നെയാണോ? പ്രിൻസസ് ടെസിയ, താങ്കളൊരു പ്രിൻസസ് അല്ലേ? താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ ഒപ്പിച്ച് തരാൻ പറ്റുമല്ലോ. പിന്നെ അതൊന്നും പറ്റുന്നില്ല. ഡാഡാ ചെറുക്ക മാറി നിൽക്കുന്നു പറഞ്ഞ് അവൾ പെട്ടെന്ന് അവളുടെ ഇടയ്ക്ക് കയറുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ആദ്യം നീ ഒന്ന് കുളി, ഇത് നാറ്റാന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നുണ്ട്. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് നടന്ന് ആ ഒരു വലിയൊരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. ടെസിയ പറയും ചെയ്യും, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഷവർ ചെയ്യണമെന്ന് പറഞ്ഞ നേരത്ത് ആ ഒരു ഡോറ് തുറന്നു തരും. അങ്ങനെ അവരകത്തേക്ക് നടന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. ആ ടൈമിൽ തന്നെ അവൾ പറയും ചെയ്യും, എന്തായാലും ഒരു കാര്യം ചെയ്യും, എല്ലാവരും വാഷപ്പ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പല വഴിക്ക് പോകുവാണ്. പിന്നെയായിട്ട് അവർ ഫുള്ളി ഫ്രഷ് ആയിട്ട് വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അവിടേക്ക് വരാൻ നടത്തും ആ ഒരു ഓർമ്മയിട്ട്. കാര്യം കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഇവർക്കാർക്കും പരസ്പരം അറിഞ്ഞുകൂടായിരുന്നല്ലോ. 3 മാസം കൊണ്ട് ഞങ്ങൾ ശരിക്കും പരിചയപ്പെട്ടല്ല. പെട്ടെന്നാണ് ടെസ്സി എന്ന് പറഞ്ഞ് ഒരു വിളി കേട്ട് തിരിച്ചു നോക്കാനടുത്ത് നമ്മുടെ ഹെലനായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൾ ചാടി അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ഹെലൻ മാത്രമല്ല, നമ്മുടെ ഡർഡനും ജാസ്മിനും ആഡവും ഏഞ്ചലിയ റോസും എല്ലാവരും ഉണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ മച്ചനായിട്ട് ചാടുകൊണ്ട് പറയുന്നുണ്ട്, മാഡം നിന്നെ കണ്ടതിൽ സന്ദേശം. എൻ്റെ പേര് ഡാർവസ് എന്നാണ് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ 4th ആൻഡ് മോസ്റ്റ് ഹാൻസം സണ്ണാണ് ഹൗസ് ക്ലാരലിൻ്റെ. ഈ സമയത്ത് തന്നെ കേരള പറയുന്നുണ്ട്, അപ്പോൾ നീ റീഡി ആണല്ലേ? അതെ മാഡം, താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ റീഡി ഫാമിലിയിലാണല്ലോ ആ ജനറേഷനിലുള്ള ആ മാന കൺട്രോളുള്ള നിൻ്റെ കയ്യിൽ കിടക്കുന്ന ആ സാധനമൊക്കെ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ റീഡി ഫാമിലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗോങ്ല ടെക്നിക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അവളത് യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു. നമ്മുടെ ജാസ്മിനോടൊക്കെ കണ്ടിട്ട് പറയും ചെയ്യും, ഇവരെ കണ്ടിട്ട് നിന്നെ ആർത്തനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അധിക കാലത്ത് എല്ലാവരും പൊട്ടിച്ചിരിക്കുവാണ്. ഈ ടൈം മറ്റേ നമ്മുടെ സ്റ്റാൻഡേർഡും അവൻ്റെ ഇത് കേട്ട് നൈസ് ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ ക്രോസ് ബോയാണ്? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് അവൻ പേടിച്ചു പോയി. അയ്യോ ഇത് ക്രോസ് ബോ ഒന്നുമല്ല, ഇതിൻ്റെ ഡിവൈൻ പവർ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് അവൾ പറയും ചെയ്യും, സ്റ്റാൻഡേർഡിന് ആ സ്പെൽസൊക്കെ അതിനകത്ത് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബീസ്റ്റ് കോറാക്കി മാറ്റി അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ഞെട്ടി. അതുകൊള്ളാലോ, ഇത് കേട്ടിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു. അതുമാത്രമല്ല, എനിക്ക് ഇത്രയും കഴിവുണ്ടോ? സ്റ്റാൻഡേർഡ് തന്നെ അസൻസ് വേണ്ടി പ്രൊഫസർ ഗിഡിയോന്റെ സഹായത്തോടു കൂടിയാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അവനായിട്ട് ഒരു ഡാർക്ക് യെല്ലോ സ്റ്റേജ് കോൺസറാണ്. അത് മാത്രമല്ല, ഡ്യുവൽ അഫിനിറ്റി ഉണ്ട്, ഫയറും ഉണ്ട്, വിൻഡോ ഉണ്ട്. അവനായിട്ട് തന്നെ മാനക്കോറിന്റെ സഹായത്തോടു കൂടി ഒരു സാധനങ്ങൾ ഉണ്ടാക്കും. അതിന്റെ സഹായത്തോടുകൂടി അവനുണ്ടാക്കിയ ആ ഒരു തോക്ക് പോലത്തെ സാധനം വെച്ചുകൊണ്ട് അവന് ഫയർ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ റിയലി സ്ട്രോങ്ങറുമാണ്. ഇവിടെയുള്ള ഏറ്റവും യങ്ങസ്റ്റ് ടീം ഞങ്ങളെയാണ്. പക്ഷേ അതേപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നാണ് അവൾ ചോദിക്കുന്നത്, അല്ല നിങ്ങളെല്ലാവരും എന്തായിരുന്നു ഇവിടേക്ക് വന്നത്? പെട്ടെന്ന് ഹെലൻ പറഞ്ഞുണ്ട്,
ഞങ്ങൾ വാളിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല അവിടെ കുറച്ച് ടഫായുള്ള ഒരു കാര്യമുണ്ട്. പലരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ നിങ്ങളും പറ്റുവാണെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തേക്കൊന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.